ഇതൊരു ജീവിതകഥയാണ്. ഒരു പെണ്ണിന്റെ ജീവിതം മാറ്റിമറിച്ച് ഏതാനും മണിക്കൂറുകളുടെ കഥ. ഒരുപക്ഷെ ഇവളുടെ മാത്രമല്ല, ഇവളെപ്പോലെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇരുളിന് നിഴൽ വിരിച്ച് അനേകം കഥകളിലൊന്ന്. ജീവിതത്തിൽ സാധാരണയായി സംഭവിക്കുന്ന ഒരു യാത്ര, അതിൽ നാം കണ്ടുമറക്കുന്ന അനേകം മുഖങ്ങൾ. പക്ഷേ അന്നത്തെ ആ യാത്ര നീറുന്നൊരോർമ്മയായി ജീവിതത്തിൽ എഴുതി ചേർത്തതും അങ്ങനെ ചില മുഖങ്ങളാണ്. ഡിസംബർ 21, എക്സാം കഴിഞ്ഞ് വീട്ടിലേക്കുള്ളൊരു മടക്കയാത്രയായിരുന്നു അത്. എടി, നീ അവിടെ എന്തെടുക്കുക? ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ? ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ദാ വരുന്നടി. ഒരു ഓട്ടോ പോലുമില്ല. നാശം. അല്ലെങ്കിൽ ആവശ്യത്തിന് നോക്കിയാൽ ഒരു ഓട്ടോ പോലും കാണില്ല. ഇനിയിപ്പോ ലഗേജ് എടുത്തിട്ട് എപ്പോ സ്റ്റേഷനിലെത്താനാ? ശരിയാ, നമുക്ക് നടക്കാം. അങ്ങോട്ടോ? എന്നാ വാ. അതെ, ഒരു ഓട്ടോ. ഓട്ടോ 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 ഓട്ടോ. ചേട്ടാ, റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോണം. അതിനു മുമ്പ് ആദ്യം വുമൻസ് ഹോസ്റ്റലിൽ പോയിട്ട് ലഗേജ് ഒക്കെ ഒന്ന് എടുക്കണം. വേഗം കേറ്. പപ്പ വിളിച്ചു തുടങ്ങി. വേഗം എടുക്കത്. ഹലോ പപ്പ, ഞാൻ ഓട്ടോയില്ല. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. സ്റ്റേഷനിലെത്തിയിട്ട് വിളിക്കാം. ശരി പപ്പ, ബൈ. ആശ്വാസമായ. ട്രെയിൻ കിട്ടുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? വീട്ടിലേക്ക് പോകുന്നതിന് ഇത്ര എക്സൈറ്റഡ് ആണോ? നിനക്ക് അങ്ങനൊക്കെ പറയാം. 3 മാസമായി പോയിട്ട്. അച്ഛനെയും അമ്മയൊക്കെ കാണാൻ കൊതിയായിട്ട് വയ്യ. ഹലോ, ഇക്ക, ആ ട്രെയിൻ കിട്ടി. അനുണ്ട് കൂടെ. എന്തായാലും ഒക്കെ വരണം. റെയിൽവേ സ്റ്റേഷനിൽ വരണേ. ഞാൻ എത്തുമ്പോ വിളിക്കാം. ഞാൻ ഇപ്പൊ തന്നെ എത്തും, വിളിക്കാം. ശരി ഇക്ക, ഓക്കെ. പപ്പ വിളിച്ചു തുടങ്ങി. ഹലോ, പപ്പ, ഞാൻ ഇപ്പൊ എത്തും. ഒരു അരമണിക്കൂറിനകം. ഞാൻ ട്രെയിനിലാ. വേണ്ട പപ്പ, സേറുണ്ട് കൂടെ. ബസ്സിന് വന്നോളാം. കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ഓക്കെ. എത്തിക്കോളാം പപ്പ. ഓക്കെ പപ്പ, ശരി ശരി. കൊറേ നേരമായി വന്നിട്ട്. കുറച്ചു നേരമായുള്ളൂ. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സുഖായിരുന്നു. ഇയാളെ കൊണ്ടുപോകാൻ പപ്പ വന്നില്ലേ? ഇല്ല, ഞാൻ എപ്പോഴും പോവാറില്ലതല്ലേ. എങ്ങനെയാ പോകുന്നേ? ഇവിടുന്ന് ബസ് കിട്ടും, അതിൽ പോയിക്കോളാം. അന്ന് ഞങ്ങൾ പോകട്ടെ. ശരി, എന്നാ പോവാം. ടിക്കറ്റ് ഇവിടെ ഒരു വൈറ്റില. പോം. ഹലോ പപ്പ, ഞാൻ ബസ് കയറിട്ടോ. അവിടെ സ്റ്റോപ്പിൽ നിൽക്കില്ലേ? ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. വരണേ പപ്പ. ശരി പപ്പ, ഓക്കെ. ശരി ശരി, ബൈ പപ്പ. ടിക്കറ്റ് അവിടെ ടിക്കറ്റ് എടുത്തോ? മോളെ ടിക്കറ്റ് എടുത്തോ? മോളാ വർഗീസേട്ടൻ്റെ മോളല്ലേ? അതെ. പപ്പേനെ ചേട്ടൻ അറിയാവോ? അത് കൊള്ളാം, നമ്മളൊരു ഇടവേക്കാരല്ലേ. ഓ, അല്ല മോളിപ്പോ എവിടെന്നാ? ഞാൻ കോളേജിൽ നിന്ന് വരുന്ന വഴിയാ. അവധിയാ ഇപ്പോ. ഓ അവധിയാണോ?
അതെ. അപ്പച്ചൻ വരുമോ കൊണ്ടുപോയി? ആ അവിടെ ഉണ്ടാവും. സ്റ്റോപ്പിലുണ്ടാവോ? ആ സ്റ്റോപ്പിലുണ്ടാവും. കൊണ്ടാക്കി തരണോ? ഇല്ലില്ല. ആ. പപ്പ എവിടെ ഉണ്ടാവും. ഓക്കെ. ഹലോ. ഞാനിവിടെ എത്തി. ഇപ്പൊ വിളിക്കാം. ഓക്കെ, ശരി. അപ്പൊ ചേട്ടാ, ഞാൻ ഇറങ്ങാണേ. കളക്ഷൻ നാളെ രാവിലെ 6:15 അവിടെ എത്തിച്ചേക്കാം. പുള്ളിയുടെ കൊടുത്തേക്കാം. ഡീസൽ അടിച്ച കാര്യം പറയാൻ മറക്കല്ലേ. ഓക്കെ. അപ്പൊ ശരി, നാളെ കാണാം. അപ്പൊ ശരി. ഇതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അന്ന് എനിക്ക് നഷ്ടമായത് എൻ്റെ ജീവിതമാണ്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതീക്ഷകളാണ്. അനു, നമുക്കൊന്ന് നടന്നാലോ? എല്ലാവർക്കും എൻ്റെ കഥ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൊസൈറ്റി മീഡിയം അത് പലപ്പോഴും യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ഫേസ്ഡ്. ജോൺ, നിനക്കെന്നല്ല, ആർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അന്ന് എൻ്റെ മുന്നിൽ ബാക്കിയുണ്ടായിരുന്നത് കുറച്ച് ഓപ്ഷൻസ് മാത്രമായിരുന്നു. ഒന്നെങ്കിൽ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ജയിലിൽ എന്ന പോലൊരു ജീവിതം, അതും അല്ലെങ്കിൽ എല്ലാവരോടുള്ള പകപോക്കലായി മാനം വിട്ടുള്ളൊരു ജീവിതം. തീർന്നില്ല, ഇനിയുണ്ടായിരുന്ന ഓപ്ഷൻസ് എല്ലാം മറച്ചുവെച്ച് വേണമെങ്കിൽ ഒരു വിവാഹ ജീവിതം എനിക്കാകാമായിരുന്നു. പക്ഷേ അതെനിക്ക് പറ്റില്ല. ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് താനൊരു ജീവിതം വെച്ച് നീട്ടുമ്പോൾ ജോൺ, ഇവിടെ താനാണ് തീരുമാനം എടുക്കേണ്ടത്. നാളെ തെറ്റായി പോയെന്ന് തനിക്ക് തോന്നരുത്, പക്ഷെ അത് ഒരിക്കലും ഒരു സിമ്പതിയുടെ പുറത്താവുകയും ചെയ്യരുത്. അനു, എൻ്റെ മനസ്സ് പറയുന്നതാണ് എൻ്റെ തീരുമാനങ്ങൾ. അതോർത്ത് ഒരിക്കലും ഞാൻ റിഗ്രറ്റ് ചെയ്യാറില്ല. ബട്ട് ജോൺ, യു ആർ വെൽ എഡ്യൂക്കേറ്റഡ്, റിച്ച് ആൻഡ് ഹാൻസം. എന്നെ പോലൊരുത്തിക്ക് വേണ്ടി ലൈഫ് സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമൊന്നും തനിക്കില്ല. വൈ ആർ യു സാക്രിഫൈസിങ് യുവർ ലൈഫ് ഫോർ മീ? ഭാവിയിൽ ഇതോർത്ത് ഒരിക്കലും ദുഃഖിക്കാൻ ഇടയാവരുത്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം തുറന്നു പറയുന്നത്. അതൊക്കെ പോട്ടെ, ഷാൽ വി ഗോ ഫോർ എ ഡ്രൈവ്? ഓ ഷുവർ. നീ പറയുന്നതൊക്കെ ശരിയാണ്. എൻ്റെ വൈഫായിട്ട് വരേണ്ട പെൺകുട്ടിയെപ്പറ്റി എനിക്ക് ചില കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തന്നെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, സൗന്ദര്യം, പരിശുദ്ധി അതൊന്നുമല്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റെന്തൊക്കെയോ ഉണ്ട്. ഇപ്പോൾ ശരീരത്തിൻ്റെ പരിശുദ്ധിയേക്കാൾ മനസ്സിൽ കളങ്കമില്ലാത്തൊരു പാർട്ട്ണറെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് വളരെ ഓപ്പണായ ഒരാൾ. അനു, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന് തൻ്റെ ഭാര്യയുടെ മേലുള്ള അധികാരം എന്ന് പറയുന്നത് അവളുടെ കഴുത്തിൽ താലി കെട്ടുന്ന നിമിഷം തൊട്ട് മാത്രമാണ്. എൻ്റെ ഭാര്യയായി കഴിഞ്ഞ് താൻ എന്നോട് സിൻസിയർ ആണെങ്കിൽ അതിലാണ് തന്നെ പരിശുദ്ധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
വിവാഹത്തിന് മുമ്പ് തൻ്റെ തെറ്റുകൊണ്ടല്ലാതെ നടന്നൊരു ഇൻസിഡന്റ്. അതിൽ തൻ്റെ വിർജിനിറ്റി നഷ്ടമായെന്ന് താൻ വിശ്വസിച്ച് എന്താ ചെയ്യുക? അനു, വിവാഹത്തിന് ശേഷം ഓരോ ഭാര്യയും അവളുടെ ഭർത്താവിന് വേണ്ടി കാത്തു സൂക്ഷിക്കുന്ന മനസ്സും ശരീരവുമാണ് യഥാർത്ഥ പരിശുദ്ധി. സോ ഫോർ മീ യു ആർ സ്റ്റിൽ എ വിർജിൻ. അല്ല, താൻ പറയുന്നതെല്ലാം ഉൾക്കൊള്ളാൻ എനിക്കിപ്പോഴും പറ്റുന്നില്ല ജോൺ. നീ പറഞ്ഞില്ലേ ദാറ്റ് ഐ എം റിച്ച് ഹാൻഡ്സം എന്നൊക്കെ. പക്ഷേ ഈ പറഞ്ഞതെല്ലാം നാളെ എനിക്ക് നഷ്ടമായാലോ? നഷ്ടമായാലും നീ ഒരിക്കലും എന്നെ വിട്ട് പോകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നേക്കാളേറെ മറ്റൊരാളെ ഇനി നീ സ്നേഹിക്കില്ല എന്നുള്ള വിശ്വാസമുണ്ട്. ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ ഞാനെന്താ നോക്കേണ്ടത്? അനു, മറക്കാനാവാത്ത സങ്കടങ്ങളില്ല. യു ഷുഡ് ഫൊർഗെറ്റ് യുവർ പാസ്റ്റ്. പക്ഷേ നമ്മൾ മറന്നെന്ന് വിചാരിക്കുന്നതൊന്നും യഥാർത്ഥത്തിൽ മറക്കാനാവില്ല. മറന്നെന്ന് ഭാവിക്കാനായേക്കും. എടോ, ഇന്നത്തെ കാലത്ത് ഫിസിക്കൽ റിലേഷനില്ലാത്ത അഫയേഴ്സ് പോലും വളരെ കുറവാണ്. പക്ഷെ അങ്ങനെ വെർജിനിറ്റി പോയാൽ എല്ലാവർക്കും പറയാൻ പ്രണയം എന്ന എക്സ്ക്യൂസെങ്കിലും ഉണ്ട്. ആക്ച്വലി അതൊരു എക്സ്ക്യൂസൊന്നുമല്ല. പക്ഷെ നിന്റെ കാര്യത്തിൽ നിന്റെ തെറ്റുകൊണ്ടല്ലല്ലോ ഇതെല്ലാം സംഭവിച്ചത്. തെറ്റുകാർ ഞാനടങ്ങുന്ന ഈ സൊസൈറ്റി തന്നെയാണ്. അനു, നിന്റെ മുമ്പിലുണ്ടായിരുന്ന പോലെ അധികം ചോയ്സസ് ഒന്നും എൻ്റെ മുമ്പിലില്ല. ഓൺലി 2 ഓപ്ഷൻസ്. നിന്നെ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അതിൽ എൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് അനു, ഐ നീഡ് യു. കുട്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷം ഇവിടെ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ പീഡന കേസുകളിൽ ഉണ്ടാകുന്ന പഴുതുകൾ അടച്ചുകൊണ്ട് ഒരു പുതിയ നിയമനിർമ്മാണം നടത്തുക എന്നത് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നതും. ഇത്തരത്തിൽ ഒരു സംഭവം ഇനി ആവർത്തിച്ചുകൂടാ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് വെക്കുന്നതും. ഏതായാലും പ്രതിഷേധങ്ങൾ എല്ലായിടത്തും തുടരും. അനുവിന്റെ കഥ ഇവിടെ തീരുന്നു. പക്ഷേ അവളുടെ കഥകൾ ഇനിയും ബാക്കിയാണ്. അവൾ അമ്മയായും സഹോദരിയായും മകളായും നമുക്ക് ചുറ്റും വെളിച്ചം നൽകുന്നു. എന്നിട്ടും എൻ്റെ അവളുടെ നൊമ്പരങ്ങളിൽ അവൾ ഒറ്റയ്ക്കായിത്തീരുന്നു. അവൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനല്ല, മറിച്ച് അവളുടെ കണ്ണീരിനെ തുടച്ചു നീക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ, കൂരിരുട്ടിൽ ഒരു മെഴുകുതിരി നാളമായി ആരെങ്കിലും അവശേഷിച്ചിരുന്നെങ്കിൽ, അണയാതെ നിൽക്കുന്ന ആ തിരുനാളത്തിന് 1000 സൂര്യനേക്കാൾ പ്രഭയുണ്ട്, പ്രൗഢിയുണ്ട്, പ്രണയമുണ്ട്. ഞാനും നീയും അവനും നമ്മളും ചേർന്ന് 1000 മെഴുകുതിരി നാളമായി തീരും എന്ന പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, ടീം ഷീ.